എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഒറിജിനലാ. അതായത് ഇങ്ങനത്തെ ഒരു കഥ നമ്മുടെ സിനിമയിൽ എവിടെയും കണ്ടിട്ടില്ല. ഇതിനകത്ത് തന്നെ ഒരു ഷോട്ടുണ്ട്. ഞാൻ സന്ദീപും കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പുകൾ ഇങ്ങനെ പോകുന്നതും നമ്മൾ ഭയങ്കരമായിട്ട് സർഫസിൽ ചവിട്ടാൻ പാടുപെടുന്ന അത് ഒറിജിനൽ. ആക്ടേഴ്സ് എപ്പോഴും പലരുടെയും ഔദാര്യത്തിലാണ് വരുന്നത്. ഔദാര്യം അതങ്ങനെയാണ്. ആക്ച്വലി ആക്ടേഴ്സിന് മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും എല്ലാം കൂടെ വിചാരിക്കുമ്പോഴേ ഒരു ആക്ടർ ഉണ്ടാവുള്ളൂ. ഭയങ്കര അനുഭവമാട്ടോ. ബാബുവിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്ന ഭയങ്കര അനുഭവമുള്ള ഒരു ചെയ്യാൻ പറ്റും. ഞാനൊരു സ്ട്രഗ്ലിംഗ് ആക്ടറായിരുന്നു, ഇപ്പോഴൊരു സ്ട്രഗ്ലിംഗ് ആക്ടറാണ്. അപ്പം ഇന്നൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളതില്ല. ആദ്യമായിട്ടൊരു സൗണ്ട് ഡിസൈനർ എന്നോട് അങ്ങനെ പറയുന്നത്. ഞാൻ ചോദിച്ചാൽ അതെന്താ? അല്ല, നിങ്ങളൊന്ന് വാ തുറന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന് എനിക്ക് വേറെ എന്തെങ്കിലും സാധനം ചെയ്യേണ്ടി വന്നേനെ. ഇത് ഭയങ്കര ഓക്കെയാണ്. പടക്കളത്തിൽ പുള്ളി പെർഫോമൻസ് കൊണ്ടാണ് പുള്ളി ആരാധകരെ വാങ്ങിയത്. വേറെ ഒന്നുമില്ലല്ലോ. പുള്ളി അങ്ങനെ ഭീകരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല, ഡാൻസ് കളിച്ചിട്ടുണ്ടോ ഇല്ല, ഉള്ളി പെർഫോമൻസ്. ഇന്ത്യയോടിൽ നിന്ന് കൂടെ ഉള്ളത് രഞ്ജിത്ത് ശേഖറാണ്. രഞ്ജിത്ത്, വെൽക്കം. താങ്ക് യു സോ മച്ച്. എക്കോ ആണ് ഏറ്റവും പുതിയ വിശേഷം. കുറെ സിനിമകളിൽ ഇങ്ങനെ കണ്ട് വന്നിട്ട് എക്കോയിൽ വീണ്ടും ഈ മുഖം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ആദ്യം തന്നെ. എങ്ങനെയുണ്ട് ഓവറോൾ എക്കോയുടെ ഒരു പ്രതികരണമൊക്കെ? ഓവറോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത്രയും റിസീവ് ചെയ്യും എന്നുള്ളത്. ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇത് വായിക്കാൻ തരുന്നു. ഞാൻ ബാബുജി പ്രീ പ്രൊഡക്ഷൻ ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നു, വായിക്കാൻ തരുന്നു, വായിച്ചു നോക്കുന്നു. അപ്പോൾ വായിച്ച് കഴിയുന്ന സമയം വരെ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുത്തായിരുന്നു. വായിച്ചു കഴിഞ്ഞ് പുള്ളി സംസാരിക്കുന്നുണ്ട്. അത് കഴിയുമ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഒറിജിനലാണ്. അതായത് ഇങ്ങനത്തെ ഒരു കഥ നമ്മുടെ സിനിമയിൽ എവിടെയും കണ്ടിട്ടില്ല. ജീവിതത്തിൽ തന്നെ കേട്ടിട്ടുണ്ടാകുമ്പോൾ ഭയങ്കര പാടാണ്. വേറൊരു സ്ഥലത്ത് നിന്ന് ഒരാൾ വരുന്നു, അവർ വന്ന് മതച്ചട്ടത്തിൽ നിന്ന് പറഞ്ഞൊരു ക്യാരക്ടറും അവരുടെ നേറ്റീവും മലേഷ്യ, അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതിന് മുന്നേ സിനിമയിൽ. അപ്പോൾ ഇത് ഒറിജിനലാണെന്നറിയാം. അപ്പം ഇതെങ്ങനെ ആൾക്കാരെടുക്കും എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ആൾക്കാർ അത്രയൊക്കെ പ്രോഗ്രസ്ഡ് ആയോ? ഓഡിയൻസ് അത്രയൊക്കെ ഓക്കെ ആണോ? ഇതിൻ്റെ അവസാനം ഒരു സാധനം കാണിക്കുന്നുമില്ല വിഷ്വലായിട്ട്, നമ്മൾ പറയുകയോ ചെയ്യുന്നത്. പിന്നെ ഇത് ഭയങ്കര ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. നമ്മൾ ഇതുവരെ കണ്ട പടങ്ങളല്ല ഇത്. ഓഡിയൻസ് അവസാനം എടാ നിനക്ക് എന്തിൻ്റെ കേടാണ്, നിനക്ക് മൊത്തം കാണിച്ചു വിടറ, അങ്ങനെയൊക്കെ പറയുമോ എന്ന് ഫീൽ അറിയില്ല. പക്ഷേ ഇത് ഭയങ്കര രസമുള്ളൊരു പടമായിരിക്കും, ഒറിജിനലായിരിക്കും എന്നുള്ളത് ഭയങ്കര ധാരണയുണ്ടായിരുന്നു. ഇപ്പം കിട്ടുന്നില്ല. ഈ ഓഡിയൻസ് കാണുന്നു, 2-3 പ്രാവശ്യം കാണുന്നു, ഇതിന് ഫിനാൻഷ്യലി വരുന്ന സാധനങ്ങളെല്ലാം എനിക്കൊന്ന് പ്ലസ്സാണ്. അതിൻ്റെ ബാക്കിലെ വിഷൻ ഇവരാണ്. ബാബുൽ, രഞ്ജിത്തേട്ടൻ, ജയറാമേട്ടൻ, ഇതിൻ്റെ പ്രൊഡ്യൂസർ. ആക്ച്വലി ഈ പ്രൊഡ്യൂസറിന് ഭയങ്കരമായിട്ടുള്ളൊരു ക്ലാപ്സ് കൊടുക്കേണ്ട. കാരണം ഇപ്പോൾ ഉള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ എത്ര കൊമേഴ്ഷ്യലി വയബിൾ ആവും എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളൊരു പടം എടുക്കുന്നത്. എല്ലാവരും തെറ്റല്ല, അത് അങ്ങനെയാണല്ലോ. പൈസ പോകുമ്പോഴാണ് ആൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ദുഃഖം. ആക്ച്വലി ബാക്കി എല്ലാവർക്കും പിന്നെയും പടം കിട്ടും. ഡയറക്ടറാണെങ്കിലും റൈറ്ററാണെങ്കിലും പിന്നെയും പടം കിട്ടാൻ ചാൻസ് ഉണ്ട്. പോയ പൈസ തിരിച്ചു കിട്ടത്തില്ല. അപ്പം ആ ആളുടെ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ നല്ല പടത്തിന് വേണ്ടി നിൽക്കണം എന്നുള്ളത്. ആ ആളുടെ സന്തോഷം ആണ് നമ്മുടെ സന്തോഷം. അതിന്റെ ഒരു റിസൾട്ട് ഇപ്പം കാണുന്നുണ്ട്. ഉറപ്പായിട്ടുണ്ട്. ഇതിൽ രഞ്ജിത്തേട്ടൻ്റെ ഒരു കഥാപാത്രം നോക്കിയാൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതായത് ആ ഫൈറ്റ് സീനൊക്കെ ചെയ്യാനായിട്ട് അത്ര എളുപ്പമുള്ളതല്ല. എങ്ങനെയായിരുന്നു അതിന്റെ മേക്കിംഗ് പ്രോസസ് ഒക്കെ? ഈ ഫൈറ്റ് നമ്മൾ കാണുന്ന ഫൈറ്റ് ബിനിചാണ്ടനും സന്ദീപുമായിട്ടുള്ളതും ഞാനും സന്ദീപുമായിട്ടുള്ള ഫൈറ്റ് മൊത്തം എഴുതിയിട്ടുണ്ട് ഓൺ പേപ്പർ. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാൻ, രഞ്ജിത്തേട്ടൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫൈറ്റിന്റെ ലൊക്കേഷനിൽ പാമ്പിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെയ്യാന്നുള്ളത് പിന്നെയും ഡിഫിക്കൽട്ട് ആണ്. എങ്ങനെയായിരുന്നു അത്? ഈ ലൊക്കേഷൻ പറയുവാണെങ്കിൽ നമ്മൾ ആ ലൊക്കേഷൻ ചൂസ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഏതൊരു ആക്ടർ ഏതൊരു ടീം പോയാലും ആ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അത് ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം അത് ആ ടെറൈൻ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഈ ഉരുളം കല്ലുകൾ അപ്പുറത്ത് ചവിട്ടിയ ചെളിയായിരിക്കും, അപ്പോൾ നമ്മൾ പതിഞ്ഞു പോകും. ഇതിനകത്ത് തന്നെ ഒരു ഷോട്ടുണ്ട്. ഞാൻ സന്ദീപും കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പുകൾ ഇങ്ങനെ പോകുന്നതും നമ്മൾ ഭയങ്കരമായിട്ട് സർഫസിൽ ചവിട്ടാൻ പാടുപെടുന്ന അത് ഒറിജിനൽ. അത് ഒറിജിനൽ. അതായത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് പ്രഷർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്കൊരു ഫ്ലാറ്റായിട്ടുള്ള സർഫസ് ഇല്ല അവിടെ. പിന്നെ എൻ്റെ അമ്മോ ഭയങ്കര അട്ട. അതായത് അത് അങ്ങനെ അധികം ആരും പോകുന്ന മനുഷ്യർ അങ്ങനെ അധികം എപ്പോഴും പോകുന്നൊരു സ്ഥലമല്ലല്ലോ. അപ്പം ബ്ലഡൊക്കെ കാണുമ്പോൾ അട്ടകൾ ഇങ്ങനെ ഇറങ്ങി വരുമോ. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പ്രൊഡക്ഷൻ്റെ എന്തോ ഒരു സാധനത്തിന് വേണ്ടി ഞാനിങ്ങനെ അവിടുത്തെ കവലയിൽ ഇങ്ങനെ അവിടുത്തെ മറ്റേ ജംഗ്ഷനിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ചാക്കെടുത്ത് ഇടുന്നു. അരിയായിരിക്കും, നല്ല ഉപ്പ. ചാക്കണക്കിന് ഉപ്പ് വാങ്ങിച്ചിട്ട് ഫുൾ യൂണിറ്റ് ഇത് മൊത്തം തേച്ച് ഇറങ്ങുന്നത്.
അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റും ടോട്ടലി. അപ്പം അതെന്തായാലും അങ്ങനെ ഒരു ടെറൈൻ ചൂസ് ചെയ്ത് എന്തായാലും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പക്ഷെ എനിക്ക് കൂടുതലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ റോ ഫൈറ്റ്. നമുക്കങ്ങനെ ഒരു കൊറിയോ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഒരു കുറച്ചുകൂടെ റോ ഫൈറ്റാണ്. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്തത് ശ്രാവൺ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് APNs എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ തന്നെ ഒരു ഫൈറ്റ് ക്ലബ്ബുണ്ട്. അവരിപ്പോൾ കുറേ പടം ചെയ്യുന്നുണ്ട്. അവരിതിനകത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫൈറ്റ് കുറേ ചെയ്തിരിക്കുന്നവരെ. ഇതിന് മുന്നേ ഒരു 6 ദിവസം ഞാൻ അവിടെ പോയി വാമപ്പ് ചെയ്തായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഞാനും സന്ദീപുമായിട്ടുള്ള ഫൈറ്റ്, ആ സന്ദീപിൻ്റെ ഡയലോഗില്ലേ അതൊരൊറ്റ ടേക്കാ. ലാസ്റ്റ് അത് കഴിഞ്ഞ് എനിക്കൊരു പരിക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ പരിപാടി മൊത്തത്തിൽ എല്ലാം ഒരു ദിവസം ഷൂട്ട് ചെയ്തിരിക്കുന്നു. ടോട്ടലി 1 ഡേ. അപ്പം ഈ 1 ഡേ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള എൻഡുറൻസും ആ പ്രാക്ടീസും ഇവരാണ് എനിക്ക് തന്നത്. അത് ഭയങ്കര അനുഭവമായിരുന്നു. അല്ല ഞാൻ പറഞ്ഞ അതെന്തായാലും ഒരു ആക്ടർ എടുക്കണ്ടേ എന്നുള്ളതാണ്. അത് ഈ ടെറൈനിലാണെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്തേ പറ്റൂ. അതെ. ഇതില് രഞ്ജിത്തിന്റെ ഇന്റർവ്യൂല് തന്നെ പറയുന്നുണ്ടായിരുന്നു, ആക്ടേഴ്സ് എടുത്ത ഒരു ഹാർഡ് വർക്കിനെ പറ്റി. അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. ഇവൻ രഞ്ജിത്ത് ഏട്ടനായാലും ബിനു പപ്പുവിന്റെ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ സന്ദീപ് ആണെങ്കിലും എല്ലാവരും അത്രയും ഹാർഡ് വർക്ക് ചെയ്താണ് ഇതിനു വേണ്ടി നിന്നത്. കാസ്റ്റ് ആൻഡ് ക്രൂ ഒരുപോലെ തന്നെ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടെറൈനായിരുന്നു, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു. അതിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഷോട്ടോ അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ബിനിച്ചേട്ടൻ വെള്ളത്തിലേക്ക് പോകുന്നൊരു ടെറൈൻ ഫൈറ്റ് കഴിഞ്ഞ് ഇങ്ങനെ വെള്ളത്തിലേക്ക് പോകുന്നൊരു സ്റ്റാർട്ടിങ്ങിൽ ബിനിച്ചേട്ടൻ വീഴുന്നുണ്ട്. പിന്നെ ഇനി വരുമ്പം ഷോട്ടിൽ കാണാൻ പറ്റും. പുള്ളി ഇങ്ങനെ സ്ലിപ്പായിട്ട് പുള്ളി കറങ്ങിയാണ് വീഴുന്നത്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരാളെ അത്ര പ്രസൻസ് ഓഫ് മൈൻഡ് കാണുന്നത്. നമ്മൾ ചറക്കുമ്പം ഇങ്ങനെയല്ലേ വീഴുക, പുള്ളി അത് കറക്റ്റ് കറങ്ങി തിരിച്ചു പിടിക്കും. എന്നിട്ട് ആ ഷോട്ട് ഇപ്പോഴും അതിനകത്തുണ്ട്. അപ്പം അത് ഭയങ്കര ഡെഡ്ലി ആയിരുന്നു. കാരണം പുള്ളിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, പുള്ളി കറങ്ങി അടിച്ച് വീണു. അത് സ്ലിപ്പായി വീണതാണ്. ശരിക്കും വീണു. പക്ഷെ അത് ഷോർട്ടായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ ബിനിച്ചേട്ടൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ വിളിക്കാൻ പോകുന്നത് ഏറ്റവും അറ്റത്താണ്. അവിടെ നിന്ന് താഴോട്ട് മറ്റേ വെള്ളച്ചാട്ടമാണ്. അപ്പം റോപ്പുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര വെള്ളമാണ്. ഈ വെള്ളം എപ്പോഴാണ് കുറയുന്നതെന്ന് കൂടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഇങ്ങനെ കൂടി വരും. അപ്പം നമ്മൾ മറ്റേ സുകുമാരൻ സാറേ എന്ന് വിളിക്കുമ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കാണാം ഇങ്ങനെ എൻ്റെ ഇരിക്കുമല്ലേ. അപ്പം എൻ്റെ ഫുൾ ഏകദേശം പാതിയോളം വെള്ളത്തിലാണ്. അപ്പം നല്ല ഫോഴ്സ് ഇങ്ങനെ പോകും. സുകുമാരൻ സാറേ എന്ന് പറഞ്ഞ് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ടോട്ടലി ഉണ്ടായിരുന്നു. ഒന്ന് അങ്ങോട്ട് പോയാൽ തീർന്നു. പിന്നെ മല ഇറങ്ങുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു 3 പേരും കൂടെ. അപ്പം അത് ഓൾറെഡി ഹൈക്ക് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ടാണ് നമ്മളെ ഇറക്കുന്നത്. അപ്പം നോർമലി മൗണ്ടനറിങ് ചെയ്യുന്ന ആൾക്കാർ അവർ പറഞ്ഞു തന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റീപ്പിലല്ല എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ പ്രഷർ ചെയ്യണം, ബോഡി വെയിറ്റ് ഇങ്ങനെ ബാക്കിലോട്ട് കൊടുത്തിട്ട് നമ്മൾ ജമ്പ് ചെയ്ത് ഇറങ്ങുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഇത്ര സ്റ്റീപ്പല്ലായിരുന്നു. ഞാൻ നിന്നിരുന്ന സ്ഥലം ഇങ്ങനെ ഒരു ചെറിയ ഷാർപ്നെസ് ഉള്ളൊരു സ്ഥലവും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റീപ്പ് വരുന്നു. ഞാൻ ഇതിൻ്റെ മേളിലായി പോയി. അപ്പോൾ എനിക്ക് താഴെ സന്ദീപും ബിനിച്ചേട്ടനും ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. ഷോട്ടോ ആക്ഷനും പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ അഭിമാനം സമ്മതിക്കാത്തത് ഞാൻ പിന്നെ അവിടെ നിന്ന് എങ്ങനെയോ വലിഞ്ഞ് താഴോട്ട് ഇറങ്ങി വീണായിരുന്നു. മേളിൽ നിന്ന് തന്നെ വീണു. പക്ഷെ പിടിച്ചു നിന്ന് നേരെ വന്നിട്ട് ഇവിടെ കാലിലടിച്ച് ഭയങ്കര ശബ്ദമായിരുന്നു. എനിക്കറിയാം ഓക്കെ എന്തോ പറ്റിയിട്ടുണ്ട്, പക്ഷേ ഒന്നും വിടണ്ട, ഈ ഷോട്ട് എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്നുള്ള പോയിന്റായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നന്നായി പറ്റിയായിരുന്നു. അയ്യോ, നന്നായി പറ്റി, കുഴപ്പമില്ല. പൊട്ടലൊന്നും ഉണ്ടായില്ല, നല്ല മുറിവായിരുന്നു. പിന്നെ ഓക്കെ, അത് പാർട്ട് ഓഫ് ദ ഗെയിം ആണല്ലോ. അപ്പം ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി വെച്ച് കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഈ ആക്ടിങ്ങിനോട് അത്ര പാഷനേറ്റ് ആണോ ശരിക്കും? അയ്യോ, ഞാൻ മാത്രമല്ല, എൻ്റെ അതേ ലെവലിലുള്ള ഏതൊരു ആക്ടറിനോട് ചോദിച്ചാലും ഞാൻ നിൽക്കുന്ന അതേ ലെവൽ, അതല്ല അതിന് മേളിലായിരിക്കും അവർ നിൽക്കുക. സ്വാഭാവികമാണ്, നമുക്കിതേ അറിയാവൂ. അതെ. എന്തായിരിക്കും ഇപ്പൊ ഈ ആക്ടിങ്ങിലേക്ക് തിരിയാനുള്ളൊരു റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു പെർട്ടിക്കുലർ റീസൺ അല്ല, എനിക്ക് തോന്നുന്നു സ്കൂളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു മൈമിന് എന്തോ ഒരു ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് ഫുൾ 2 ക്ലാസ് ഒരുമിച്ചുണ്ടായിരുന്നു. ആ ഓഡീഷൻ എനിക്കെന്തോ ഫുഡ് വയ്ക്കുന്ന മറ്റേ കോപ്പി അടിക്കുന്ന എന്തോ സാധനമോ കിട്ടിയത്. അപ്പം ഞാനത് ചെയ്തപ്പം ആ ക്ലാസ് മൊത്തം ചിരിച്ചായിരുന്നു അന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് അത് ഭയങ്കര എനർജിയാണല്ലോ നമുക്ക്. ഓക്കെ, അത് കഴിഞ്ഞ് സാറ് വിളിച്ചിട്ട് പറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അവിടെ നിന്നായിരിക്കും ചിലപ്പം. ഓക്കെ, ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ മൈമ് ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെ ഇതിലിങ്ങനെ പിടിച്ച് പറ്റി നിൽക്കാൻ ഉള്ള ശ്രമമായിരുന്നു. ഇത് സിനിമ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇടയിൽ വന്നു.
എങ്ങനെ വരണം എന്നറിയില്ല. ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, ഇഷ്ടം പോലെ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു. അതിലൊരു കുറച്ചധികം ഷോർട്ട് ഫിലിം ഇറങ്ങാതെയും ഇരിക്കുന്നില്ല. അതിന് മുന്നേയുള്ള കാലഘട്ടത്തിൽ കുറേ ഇറങ്ങാതെ പോയിട്ടുണ്ട്. ചിലത് ഇറങ്ങിയത് കാണാൻ പോലും കൊള്ളില്ലാത്തതുണ്ട്. പക്ഷെ അതെല്ലാം ഓക്കെയാണ്. കാരണം നമ്മളെങ്ങനെ അഭിനയിക്കരുതെന്ന്, അല്ലെങ്കിൽ ഇപ്പം ഉണ്ടാവുന്ന ഈ അഭിനയം എന്ന് പറയുന്ന സാധനം അതിൻ്റെയൊക്കെ ഒരു ബേസാണ്. അപ്പം അതാണ്. അങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു. പിന്നെ ഫസ്റ്റ് സിനിമ വരുന്ന ഒറ്റമുറി വെളിച്ചമാണ്. അപ്പം രാഹുലും ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്യുമായിരുന്നു. ആൻഡ് ഒറ്റമുറി വെളിച്ചം ഉണ്ടാവാനായിട്ടുള്ള കാരണം രാഹുലാണ്. അപ്പം അവിടുന്ന് അവന് ഓക്കെ ഇവനൊരു പരിപാടി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും തോന്നിയതുകൊണ്ട് എനിക്ക് ഒറ്റമുറി വെളിച്ചം കിട്ടുന്നു, ഡാഗിനി കിട്ടുന്നു. പിന്നെ വൺ ആഫ്റ്റർ അനദർ വേറെ ഡയറക്ടേഴ്സ് വരുന്നു. അത് കണ്ടിട്ട് ഓരോന്ന് പറയാൻ ദേവിക പ്ലസ് ടു ബയോളജിയാണ് എനിക്ക് തോന്നുന്നു ഷോർട്ട് ഫിലിംസിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു റീച്ച് റീച്ച് വന്നത്. അത് അഖിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കും ഈ ആക്ടേഴ്സ് എപ്പോഴും പലരുടെയും ഔദാര്യത്തിലാണ് വരുന്നത്. ഔദാര്യം അതങ്ങനെയാണ്. ആക്ച്വലി ആക്ടേഴ്സിന് മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും എല്ലാം കൂടെ വിചാരിക്കുമ്പോഴേ ഒരു ആക്ടർ ഉണ്ടാവുള്ളൂ. അല്ലാതെ ആക്ടറിന് മാത്രമായിട്ട് ഇറങ്ങി ചെന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ആക്ടേഴ്സിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് കിട്ടിയതെല്ലാം ഇവരുടെ അനുഗ്രഹത്താലാണ്. നല്ല നല്ല ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ ഉണ്ടായി, നല്ല കഥാപാത്രം. ഇപ്പൊ എക്കോയിലേക്ക് വരുമ്പം ഈ ബാഹുലിനെ നമ്മളിപ്പം ഒരുപാടായിട്ട് കേൾക്കുന്നുണ്ട്. സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചത് എന്താണോ അത് അങ്ങനെ തന്നെ പെർഫോം ചെയ്യണം എന്നുള്ളത്. സോ ആക്ടേഴ്സിന് ഇംപ്രവൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആക്ടേഴ്സും ഉണ്ട്. ഇപ്പം വേറെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ ഇപ്പം രഞ്ജിത്തേട്ടൻ വർക്ക് ചെയ്തു. അവിടെ നിന്നും ബാഹുലിന്റെയും ദിൻജിത്തിന്റെ ഈ ഒരു സെറ്റിലേക്ക് വരുമ്പോൾ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റാതെ ഈ സ്ക്രിപ്റ്റ് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ആക്ടിങ് ഉണ്ടല്ലോ, ആ ഒരു ചേഞ്ച് എഫക്ട് ചെയ്യുന്നുണ്ടോ? ആ ചേഞ്ച് ആക്ച്വലി ഭയങ്കര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇംപ്രൂവൈസ്ഡ് ആവുന്നത് എപ്പോഴാണ്? ഇംപ്രൂവൈസേഷൻ പുള്ളിക്ക് ഇഷ്ടമല്ല എന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ ഈ KCF കേരള ക്രൈം ഫയൽസിലാണ് ഞാൻ ബാബുജിയായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡേറ്റ, അതായത് സാറേ ഇവിടുന്ന് പെട്രോൾ പമ്പിൽ നിന്ന് ഇങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന് പറയുമ്പോഴേക്കും അർജുൻ്റെ ക്യാരക്ടർ ഒരു താങ്ക് യു താങ്ക് യു പറയുന്നുണ്ട്. അപ്പം ഞാൻ തിരിച്ചു പറയാം താങ്ക് യു എന്നാൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു സാധനം പറയുന്നത്. അത് ആക്ച്വലി ആ സമയത്ത് ഇംപ്രൂവൈസ് ചെയ്തതാണ്. അത് പുള്ളിക്ക് ഓക്കെ ആയിരുന്നു. പുള്ളി ചിരിച്ചു. അത് ഓക്കെ ആയത് അഹമ്മദ് AK അത് ഭയങ്കര വർക്കായി. ബാബുജി അതുപോലെ ചിരിക്കുന്നുണ്ട് സൈഡിൽ നിന്ന്. അപ്പോൾ ഞാൻ പറയാം ഇംപ്രൂവൈസേഷൻ ഓക്കെയാണ്. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ പുള്ളി എഴുതിയിരിക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അത് പുള്ളി ഒരു 250-300 പ്രാവശ്യമെങ്കിലും പറഞ്ഞു നോക്കിയിട്ടാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് KCF സമയത്ത് ലാൽ സാർ ചോദിക്കുന്നുണ്ട് അതിൽ ഇതിപ്പുറത്ത് പറയട്ടെ എന്ന് ചോദിക്കും. അല്ല ലാൽ സാർ അത് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് അവിടെ ഈ സെക്കൻഡ് സീനിലുള്ള പരിപാടി ബ്രേക്ക് ആവും. ഓക്കെ എന്നാൽ ഇങ്ങനെ പറഞ്ഞാലോ. അല്ല സാർ എന്നാൽ അത് ഇപ്പുറത്തുള്ള സീൻ ബ്രേക്ക് ആവും. ഓക്കെ എന്നാൽ ഇങ്ങനെ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ഫോളോ ചെയ്യുന്നു. അതിന് പർട്ടിക്കുലർ റീസൺ പുള്ളിക്കുണ്ട്. ഇതിൽ തന്നെ പുള്ളിയുടെ ഡയലോഗിലെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഇതിനിടയിൽ ഉണ്ടാവും. അപ്പം എൻ്റെ ഉഗ്രണ്ണയുടെ ലോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഉഗ്രണ്ണയുടെ ലോറി, അതും പുള്ളി എന്നോട് ചിലപ്പം പറയും 2X പിടിച്ചോ എന്ന് പറയും ഫുൾ ഡയലോഗ്. അപ്പം ഇതിൽ തന്നെ ഞാൻ കൂപ്പിലിങ്ങനെ പറഞ്ഞ ഡയലോഗിൽ ബാക്കിൽ ലോറി പോകുന്നുണ്ട്, ഒരു 3 ഷോട്ട് എന്നാണ് ബാക്കിൽ ലോറി പോകുന്നുണ്ട്. അപ്പം ഞാൻ തെറ്റിച്ച ഈ ലോറി ഈ ചെളി കൂടെ തിരിച്ചു വരണം. അപ്പം അതൊരു സമയം എടുക്കും. അതൊരു ആക്ടറിനെ സംബന്ധിച്ച് അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാൽ അതൊരു ബോധറേഷൻ ഉണ്ട്. കാരണം ഈ പടം മൊത്തത്തിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന 40 ദിവസങ്ങളാണ് ടോട്ടലി. അത് ഈ ടെറൈനിൽ അത് അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടാണ്. ഇതിന് വേറൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് കോട, മഴ, ഒരു 5 മിനിറ്റത്തെ ഷോട്ട് ഒന്നും പ്ലാൻ അല്ലായിരുന്നു. കോട, മഴ. അപ്പം ബീങ് ആൻ ആക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് നല്ലോണം പഠിച്ചിട്ട് പോവുക, പുള്ളി പറഞ്ഞിരിക്കുന്ന ഡയലോഗ് അതേപോലെ പറയുക. അതിലെന്തെങ്കിലും ഇംപ്രൂവൈസേഷൻ ഉണ്ടെങ്കിൽ പുള്ളി ഓക്കെയാണ്. മോസ്റ്റ്ലി അത് വേണ്ടി വരില്ല. ഇതിലെനിക്ക് അങ്ങനെ ഭീകരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട്. ഇംപ്രൂവൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ആ പരിക്ക് പറ്റുന്നത്, പുള്ളി എല്ലാം ഇറങ്ങുന്നവരെ എഴുതി വയ്ക്കുന്ന ഒരാളാണ്. കംപ്ലീറ്റ്ലി വായിക്കുമ്പോൾ തന്നെ നമുക്ക് സിനിമ കിട്ടും. ഭയങ്കര അനുഭവമാട്ടോ. ബാബുലിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്ന ഭയങ്കര അനുഭവമുള്ള ഒരു പരിപാടി, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എല്ലാ മൈനർ സാധനങ്ങൾ വരെ പുള്ളി എഴുതിയിട്ടുണ്ടാവും. ഈ പരിക്ക് പറ്റുന്നത് മാത്രം പുള്ളി എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഞാൻ പിന്നെ ചോദിച്ചു ബാബുജി ഇതിൽ മറ്റേ പരിക്ക് പറ്റുന്നുണ്ട്, അത് കഴിഞ്ഞ് അല്ല അത് ഇപ്പം ആർസൻ എന്തുവേണം ചെയ്തോ എന്നുള്ള പോയിൻ്റാണ് അന്ന് പറഞ്ഞത്. അതെ എന്തുകൊണ്ട് ചെയ്തതെന്നല്ല, പുള്ളി പറഞ്ഞു എന്താ ചെയ്യാൻ പോകുന്നത് ആർസൻ, എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്, ഞാൻ ഇവിടുന്ന് വന്ന് ഇവിടെ ഇരിക്കും, അത് കഴിഞ്ഞ് അവിടെ പോകും എന്ന് പറഞ്ഞു. അത് ബേസ് ചെയ്താണ് പുള്ളി ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഓക്കെ ഇത് മതി എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ടേക്ക് അവേ ആയിരുന്നു. അത് ഇംപ്രൊവൈസേഷൻ ആയിരുന്നു. ടേക്ക് അവേ എന്ന് വെച്ചാൽ ഭയങ്കര ടേക്ക് അവേ ആയിരുന്നു. പുള്ളി എനിക്ക് വേണ്ടി ഒരു
ഷോർട്ടിൽ ഒരു സീൻ തന്നു എന്ന് പറയുന്നത് ഭയങ്കര അനുഭവമായിരുന്നു. സോ ബീയിങ് ആൻ ആക്ടർ ശരിക്കും ഇംപ്രവൈസ് ചെയ്യുമ്പോഴാണോ അത് ഈ സ്ക്രിപ്റ്റ് അതേപടി ഫോളോ ചെയ്യുമ്പോഴാണോ ഒരു മോർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? അല്ല അങ്ങനെയില്ല. എന്താണോ അവിടെ ആ സീനിന് സെൻസിബിളായിട്ട് തോന്നുന്നത് അതായിരിക്കും വർക്ക് ആവുക. നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് കുളവാക്കിയാലും പ്രശ്നമാണല്ലോ. അതെ. നീ എന്തിനാടാ ഇത്ര ആവശ്യമില്ലാത്ത ഡയലോഗ് പറയുന്നത് ചോദിക്കും. അപ്പോൾ അത് ആക്ച്വലി അതാണ് ഞാൻ പറയുന്നത്. ആക്ടേഴ്സിന് ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന റൈറ്ററിനായിരിക്കും. നമ്മൾ നമ്മുടെ ക്യാരക്ടർ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഇത് പറയുന്നതുകൊണ്ട് അപ്പുറത്തെ ക്യാരക്ടറിന് എന്ത് തോന്നും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ നല്ലത്. പക്ഷെ അത് അവർക്ക് മനസ്സിലാവും, ഡയറക്ടറിനെ മനസ്സിലാവും. അപ്പം ഞാൻ പറയുന്നത് ഇമ്പ്രൂവൈസ് ചെയ്യേണ്ട സമയത്ത് ഇമ്പ്രൂവൈസ് ചെയ്യും. ഇപ്പം ഞാൻ അതിൽ KCF താങ്ക് യു പറഞ്ഞു. താങ്ക് യു എന്തിനാന്ന് ചോദിക്കുന്ന സാധനം അത് അവർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പം അത് അവരുടെ വർക്കായതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള സാധനമായിരുന്നു. ഞാനത് ചെയ്യുന്ന സമയത്ത് ആലോചിക്കുന്നു, അർജുൻ ഇത് ഓക്കെ അടിച്ചാൽ അർജുൻ താങ്ക് യു പറയാതിരിക്കാതെ ആ കാര്യം ആദ്യം എൻ്റെതാന്ന് ഷൂട്ട് ചെയ്ത്. അർജുൻ താങ്ക് യു പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെത് പോയി. അപ്പം അതങ്ങനെയാണ്. ഓക്കെ. സോ ഇനിയിപ്പം കുറച്ച് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്തു വന്നിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതിൽ ഇനിയും ചെയ്യണം ഒരുപാട് ചാലഞ്ചിങ്, ഒരുപാട് കേട്ടുള്ള ചോദ്യമായിരിക്കും. ഓക്കെ. ഒരുപാട് ഈ ചാലഞ്ചിങ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ഏതൊരു ആക്ടറിൻ്റെയും സ്വപ്നമായിരിക്കുമല്ലോ. അങ്ങനെ ഏറ്റവും വലിയ ചാലഞ്ചിങ് ക്യാരക്ടറിനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് ഏതായിരിക്കും? ഇല്ല, അങ്ങനെ ഒരു ചലഞ്ചിങ് ക്യാരക്ടർ ഞാനിപ്പോൾ ആലോചിച്ച് വെച്ചിട്ടേ ഇല്ല. ഞാനിപ്പോഴും ഞാനൊരു സ്ട്രഗ്ലിങ് ആക്ടറായിരുന്നു, ഇപ്പോഴും സ്ട്രഗ്ലിങ് ആക്ടറാണ്. അപ്പം ഇന്നൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളതില്ല. സെൻസിബിൾ ആയിട്ടുള്ള റൈറ്റേഴ്സ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ക്യാരക്ടേഴ്സ് വന്നോളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ എക്കോയിലെ ക്യാരക്ടർ ഞാൻ വിചാരിച്ചിരുന്നതല്ല. അതിലിങ്ങനെ ഒരു പരിക്ക് പറ്റുമെന്ന് വിചാരിച്ചിരുന്നതല്ല, ഇങ്ങനെ സ്പേസ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതല്ല. അപ്പം എനിക്ക് തോന്നുന്നത് മാർത്താണ്ഡ അങ്ങനൊരു ക്യാരക്ടറും ഇല്ല, ഇന്ന സാധനം ചെയ്യണം അങ്ങനെയില്ല. എന്ത് തന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ നന്നാക്കാൻ നോക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്കൊരു ലെയറുള്ള ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം എക്കോയിൽ തന്നെ സീൻസ് ഭയങ്കര കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവുക. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഒരു പരിമിതികൾ എല്ലാ ആക്ടേഴ്സിനും ഉണ്ട്. ആ പരിമിതികൾ മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് വന്നാൽ നല്ലത്. അതിന് പെർഫോം ചെയ്യാനായിട്ടുള്ള സ്പേസ് കിട്ടിയാൽ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, ആക്ടേഴ്സിനെ അപ്പുറത്തേക്ക് ഈ ഒരു ആക്ടർ പെർഫോം ചെയ്യുന്നു, ആ ആളുടെ രക്ഷിക്കാൻ ഡയറക്ടറുണ്ട്, റൈറ്ററുണ്ട്. ഇത് കഴിഞ്ഞ് എഡിറ്റർ നമ്മളെ രക്ഷിക്കും. അതായത് ഈ അഭിനയിച്ച 5ാമത്തെ ടേക്കൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അതായത് അത്രയും മോശമായിരിക്കും. എന്നിട്ട് ഇയാളുടെ ഏറ്റവും മോശമായിട്ടുള്ള സാധനങ്ങൾ മാത്രം കട്ട് ചെയ്ത് കളയും. ഇത് കഴിഞ്ഞ് ഡബ്ബിങ്ങിൽ നമ്മൾ കുറേ രക്ഷിക്കും, സൗണ്ടിൽ നമ്മളെ കുറേ രക്ഷിക്കും. ഇത്ര രക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ കാണുന്നൊരു ആക്ടർ വരുന്നത്. നമ്മുടെ മാത്രം കഴിവല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഫുൾ ടീമിന്റെ കഴിവാണ്. ഇതാദ്യമായിട്ടാണ് ഒരു ആക്ടർ ഇങ്ങനെ. എൻ്റെ അടുത്ത് വിഷ്ണു ഗോവിന്ദ് ഇതിനെ സൗണ്ട് ചെയ്ത വിഷ്ണു ഗോവിന്ദ് ഒരു പ്രാവശ്യം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മീറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു പരിക്ക് പറ്റിയപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു എക്സ്പ്രഷൻ ഇട്ടാണ് താങ്ക് യു എന്ന് പറഞ്ഞ് ശരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടൊരു സൗണ്ട് ഡിസൈനർ എന്നോട് അങ്ങനെ പറയുന്നത്. ഞാൻ ചോദിച്ചാൽ അതെന്താ? അല്ല, നിങ്ങളൊന്ന് വാ തുറന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന് എനിക്ക് വേറെ എന്തെങ്കിലും സാധനം ചെയ്യേണ്ടി വന്നേനെ. ഇത് ഭയങ്കര ഓക്കെയാണ്, ഇത് അടിപൊളിയാണ്, അതുകൊണ്ട് എനിക്കൊരു സാധനം ട്രൈ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്. കുരിയച്ചനും അശോകൻ ചേട്ടനും കൂടെ വരുന്ന സമയത്ത് ഒരു ഭയങ്കര കാറ്റുണ്ട്, ഒരു മലയുടെ മുകളിൽ ഒരു കാറ്റുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയല്ല. അപ്പം അത് നമ്മൾ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാൻ ഓക്വേർഡാണ്. അത് സൗണ്ട് വരുമ്പോഴാണ് അത് ലൈഫ് വരുന്നത്. അപ്പോൾ പുള്ളി എന്നോടെന്ന് പറയാൻ, ആ ഷോട്ടില്ലേ, ആ ഷോട്ട് എൻ്റെതാ, അതിൽ എൻ്റെ ഒരു വിൻഡുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ. പുള്ളി അതിൽ അത്ര പുള്ളിയാണ് അതിന് അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. മുജിബ്ക്ക സൗണ്ട് നിങ്ങൾ കാണുന്ന പടം സൗണ്ട് ഇല്ലാതെ കണ്ടു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഫീൽ ഉണ്ടാവില്ല. നമ്മുടെ സീൻ, പരിക്ക് പറ്റുന്ന സീൻ, അതിൽ ആ മ്യൂസിക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലില്ലേ, അപ്പം അതെല്ലാം ആക്ടേഴ്സിന് കോംപ്ലിമെൻ്റ് ചെയ്യില്ലേ. അതെ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിഞ്ഞൂടാ. തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ സിനിമ എക്കോയിൽ ശരിക്കും മ്യൂസിക്കിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ സീനും ലിഫ്റ്റ് ചെയ്യുമ്പോൾ ക്ലൈമാക്സിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ രോമാഞ്ചം വരും മ്യൂസിക്കോടെ വരുമ്പോഴത്തേക്കിന്. അങ്ങനെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം തന്നെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്കങ്ങനെ എല്ലാവരുമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഇപ്പം ഇവിടുത്തുള്ള ലെജൻസുമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. തമിഴിൽ എനിക്ക് കാർത്തിക് സുബ്രാജിനോട് വർക്ക് ചെയ്യണമെന്നുണ്ട്. മെസ്സേജ് അയക്കാറുണ്ടോ ഇപ്പോഴും? ഇപ്പം അയക്കാറില്ല. നല്ലൻ, അങ്ങനെ കുറേ പേരോട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാർത്തിക് സുബ്രാജിനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ
ട്രൈ ചെയ്തു. പക്ഷെ ഞാൻ ട്രൈ ചെയ്തത് മൊത്തം അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ്. ആക്ടർ എന്ന് പറഞ്ഞാൽ ഓടിക്കുമെന്ന് പറയില്ല. അസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇപ്പോഴും ഞാൻ തമിഴിലുള്ള പല അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെ കണക്ട് ചെയ്യാറുണ്ട്. ഇപ്പോഴും അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ല, ഇപ്പം ഞാൻ ഇപ്പം ആക്ടിങ് ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് അയച്ചു കൊടുക്കാൻ ഒരു പ്രൊഫൈലുണ്ടല്ലോ, അത് വെച്ചിട്ട് എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇന്നൊരാളെന്നില്ല, എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ടോ ഡയറക്ടേഴ്സ്? പിന്നെ ഡെഫിനറ്റ്ലി ചാൻസ് ചോദിക്കണം, എന്തായാലും ചോദിക്കണം. കാരണം ഇതിപ്പം എൻ്റെ പ്രായത്തിലുള്ളവരുടെ ഇറങ്ങിയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5000 പേരെങ്കിലും ഉണ്ടാവും ആക്ടേഴ്സായിട്ട്, അതും ടാലൻറ്റഡ് ആയിട്ട്. ഇപ്പം എക്കുവയിൽ എനിക്ക് ഇപ്പം നമുക്കൊരു വേഷം കിട്ടുന്നു, ഇതിനെക്കാട്ടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കത് കിട്ടുക എന്ന് പറയുന്നത് അഫ്കോഴ്സ് ആ പുള്ളി എന്നെ KCF കണ്ട് വർക്കായത് കൊണ്ടാണ് പുള്ളി എന്നെ വിളിക്കുന്നത്. അപ്പം ചാൻസ് ചോദിക്കുമ്പോൾ ചിലപ്പം പുള്ളിക്ക് തോന്നും, ഇനി അടുത്തൊരാളുടെ ചാൻസ് ചോദിക്കുമ്പോൾ ഇവൻ അതിൽ കുഴപ്പമുണ്ടായിരുന്നല്ലോ, ഇവന് നമുക്കൊരു അവസരം കൊടുത്താലോ എന്ന് തോന്നും. ഡെഫിനറ്റ്ലി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഔദാര്യത്തിലാണ് ഒരു ആക്ടർ ഇപ്പോഴും ജീവിക്കുന്നത് ഒരു സ്റ്റേജ് വരെ. അപ്പം നമ്മൾ ചോദിക്കണം, ഉറപ്പായിട്ടും. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറാണ്, ഇപ്പോഴും ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറാണെന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ സിനിമയിലെ സസ്റ്റൈനബിലിറ്റി എത്രത്തോളം ആണെന്നാ തോന്നുന്നത്? ഫിനാൻഷ്യലി ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഫിനാൻഷ്യലി ആകുമ്പോഴാണ് നമ്മൾ എല്ലാ പടവും ചെയ്യേണ്ടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ബീങ് ആൻ ആക്ടർ എല്ലാ പടവും ചെയ്യുന്ന സെൻസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഒരു ആക്ടർ എപ്പോഴും എക്സ്ക്ലൂസിവിറ്റി കീപ്പ് ചെയ്യണം. നിങ്ങൾ തന്നെ ഇപ്പം ഒരു പടം കാണുന്നു, അതിലെല്ലാ പടത്തിലും ഒരാളുണ്ടെന്ന് വെച്ചോ, അയാൾക്ക് എത്രമാത്രം പുതുമ കൊണ്ടുവരാൻ പറ്റും എല്ലാ സിനിമയിലും, പാടായിരിക്കും. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് ബോറടിക്കും ആ ആക്ടറിന്. പക്ഷെ എന്നാൽ ആക്ടർ കുറച്ച് വന്നു, കുറേ നാളില്ല, പിന്നെ വന്നു, ഒരു പെർഫോമൻസ് കിട്ടി, ഇല്ല വരുന്നെങ്കിൽ ഓക്കെയാണ്. ഇവിടെ ഉള്ള കുറേ പേര് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി അവർക്ക് നിൽക്കാനാണ്. അതെങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അതിന് ആൻസർ എനിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് സസ്റ്റൈനബിലിറ്റി ഒരു എപ്പോഴും പ്രശ്നമാണ്. നമ്മളിപ്പോൾ കാണുന്ന കുറേ വർക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത കുറേ പേരെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല സിനിമയിൽ, അവരെവിടെ പോയെന്ന് തന്നെ അറിയില്ല. ഇത് ലൈം ലൈനിൽ എങ്ങനെ നിൽക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതൊരു ഭാഗ്യമാണ്, ബ്ലെസ്സിങ് ആണ്. ഈ രണ്ടാമതെന്ന് പറയുന്നത്, ഈ അന്ന് വർക്കായ ആക്ടേഴ്സ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പം അടുത്ത കുറേ പടങ്ങളിലേക്ക് വരും. ചിലപ്പോൾ അവർക്ക് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റിയിരുന്നിരിക്കാം. അത്രയും ഫിനാൻഷ്യലി ഗുഡായിട്ടുള്ള സൗണ്ടായിട്ടുള്ള സാധനമായിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സാധനം വരും, എക്സ്ക്ലൂസീവ് വരും. അപ്പം ഡയറക്ടറോ അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഇയാളിപ്പോൾ എല്ലാത്തിലും ഉണ്ടല്ലോ, ഇയാളെ വേറെ പുതിയ ആൾക്കാരെ വിളിക്കാം എന്നുള്ളൊരു പോയിന്റ്. ഇപ്പോൾ ഡിജിറ്റലായതിനു ശേഷം നമുക്ക് പുതിയ ആൾക്കാരെ ട്രൈ ചെയ്യാമല്ലോ. പണ്ട് ഫിലിമുള്ള കാലഘട്ടം പോലെയല്ലോ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമ വരും, പുതിയ ഒരാൾ വരുമ്പോൾ പുതുമ വരും. കാണാതിരുന്നിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പുതുമ കിട്ടും. ഇതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. കഷ്ടപ്പാട് തോന്നുന്നുണ്ടല്ലേ? കഷ്ടപ്പാടാണ് ശരിക്കും. ഇപ്പൊ പലരും പല ഡയറക്ടേഴ്സും ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കണ്ടിട്ടൊക്കെ ഈ ക്യാരക്ടറിന് പറ്റിയ ആളാണെന്നാണ് ചൂസ് ചെയ്യല്ലോ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്, അത് ഭയങ്കര നല്ലതാണ്. അപ്പം പക്ഷെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഇപ്പം എന്നെപ്പോലത്തെ ഒരാൾക്ക് തിരിച്ചു പോയി ഒരു കണ്ടന്റ് ഇടാൻ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഭയങ്കര പാടാണ്. അവരത് ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ഒരു റീല് ചുമ്മാ സ്വൈപ്പ് ചെയ്ത് വിടുന്നതല്ല, അതിൻ്റെ ബാക്കിലൊരു എഫേർട്ട് ഭയങ്കരമാണ്. ഞാൻ ഇന്നാളെ ആരോ നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ആരോ ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പം ഇവർ രാവിലെ 4 മണിക്ക് എണീറ്റ് ഇതിനു വേണ്ടി സെറ്റപ്പ് ചെയ്ത് രാത്രി 12 മണി വരെ ഷൂട്ട് ചെയ്യുന്നത് ഒരു റീലിന്. അപ്പം അത് ചെറിയ കാര്യമല്ലത്. എനിക്കൊന്ന് ഷൂട്ടിംഗ് തന്നെ രാവിലെ 6 മണിക്ക് തുടങ്ങുന്നുള്ളൂ, സിനിമ ഷൂട്ടിംഗ് തന്നെ ഒരു ദിവസം. അതിലും ഭയങ്കര പാടാണ്. അത്രയും ടാലൻസ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ യുണീക്ക് ആവാന്നാണ് നോക്കേണ്ടത്. ബീങ് ആൻ ആക്ടർ എങ്ങനെ നമുക്ക് യുണീക്ക് ആവാം, ഒരു ബ്ലെസ്സിങ് വരിക, നല്ല ആക്ടേഴ്സ് നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു സസ്റ്റൈനബിലിറ്റിക്ക് എങ്ങനെ നിൽക്കാം, അതിനുള്ള ആൻസർ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഇപ്പൊ ഈ ആക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ സന്ദീപിലേക്ക് എന്തായാലും എത്തണം. സന്ദീപ് പറഞ്ഞിട്ടുണ്ട്, ഒരു നായകനാവാൻ തന്നെ ആഗ്രഹിച്ച സിനിമയിലേക്ക് വന്നതായിരുന്നു എന്നുള്ളത്. സന്ദീപിന്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്ത ഒരാൾ എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും സന്ദീപ് എന്ന ആക്ടറിനെ പറ്റി പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഇതിലൊരു സാധനമുണ്ട്, എനിക്ക് പരിക്ക് പറ്റുന്ന ഒരു സീക്വൻസ്, അതിൽ പുള്ളിയുടെ റിയാക്ഷൻസ് ഉണ്ട്. അപ്പം ഞാനിത് വായിച്ച സമയത്ത് തന്നെ ആലോചിച്ചിട്ടുണ്ട്, പുള്ളി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആലോചിക്കുമല്ലോ. ഇപ്പം ജോഷിക്ക് തരുവാണെങ്കിൽ ജോഷി എങ്ങനെയായിരിക്കും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും ആ സീനിൽ പുള്ളി എന്താ ചെയ്യുന്നത്. പുള്ളി അതിൽ ഭീകരമായിട്ടാണ് ചെയ്തത്. ആ ഒരു ഷോട്ട് മതി പുള്ളിയുടെ റേഞ്ച് മനസ്സിലാക്കാൻ.
ഇപ്പോഴെനിക്കറിയില്ല, പുള്ളിയുടെ ചെറിയ തുപ്പലിങ്ങനെ തെറിച്ചു പോകുന്നുണ്ട്. ഉം. പുള്ളിയുടെ ഒരു ഭയങ്കര ഒരു ഫീലാണ് എനിക്ക് ആ പരിക്ക് പറ്റുന്ന സമയത്ത് പുള്ളിയുടെ സാധനം വരുന്നത്. എൻ്റെ അടുത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഷോട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സന്ദീപിൻ്റെ പെർഫോമൻസിൽ ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ എന്നോട് പറയുന്ന ഡയലോഗ് ഉണ്ട് ലാസ്റ്റ്, ഒരു മൊണോലോഗ് പോലെ പറയുന്ന സാധനം ഒറ്റ ടേക്കാണ്. ഒരു ഒറ്റ ടേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ആ സീൻ മൊത്തത്തിലല്ലേ ഈ ഇത് പറ്റുന്നു, അത് കഴിഞ്ഞ് പുള്ളി എന്നോട് പറയുന്ന സീനെല്ലാം കൂടെ ഒരു 2 മണിക്കൂറില്ല, 1.5 മണിക്കൂർ. അത് കഴിഞ്ഞ് 4:30 ലൈറ്റ് പോകും. അപ്പം ബാക്കി ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പിന്നെ പോയി. അപ്പം ഇതെല്ലാം കൂടെ ജഡ്ജ് ചെയ്യാൻ പോലും വേണ്ടിയിട്ടില്ല. അത് ആ പെർഫോമൻസിൻ്റെ ഗുണമാണ്. പിന്നെ പുള്ളിയിൽ ഏറ്റവും വലിയ കാണുന്ന കാര്യം എന്ന് പറയുന്നത് പുള്ളിക്ക് എന്താണെന്നുള്ളത് പുള്ളിക്ക് നല്ല ധാരണയുണ്ട്. പുള്ളിയുടെ പെർഫോമൻസിനെ പറ്റി പുള്ളിക്ക് നല്ല ധാരണയുണ്ട്. പുള്ളിയുടെ സ്ട്രോങ് പോയിന്റ്സ് പുള്ളിക്ക് അറിയാം. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് ഒരു അഭിനയിക്കാൻ അറിയാവുന്ന ഒരു യങ്സ്റ്റർ, നമ്മുടെ ബാക്കി അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഇത്രയും മെച്യൂരിറ്റി എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ പ്രായത്തിൽ ഒരു നമ്മൾ അഭിനയിച്ചൊരു 40 വയസ്സൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെച്യൂരിറ്റി പുള്ളിക്ക് ഇപ്പോഴേ ഉണ്ട്. അത് ഭയങ്കര വലിയ കാര്യമാണ്. ഒരു വിഷൻ ഉണ്ടല്ലോ. ഭയങ്കര വിഷനാണ്. ഞാൻ സ്റ്റാർ എന്നുള്ളത് മാറ്റി വയ്ക്കാം, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. പെർഫോമർ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആ പെർഫോമർ എന്നുള്ള സാധനം എപ്പോഴും ഫസ്റ്റ് പടത്തിൽ നിന്ന് വരില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് പടം, സെക്കൻഡ് പടം, പിന്നെ കുറേ നാൾ കഴിയുമ്പോഴാണ് ആൾക്കൊരു പെർഫോമൻസിൻ്റെ ഒരു ഗ്രാഫ് മനസ്സിലാവുന്നത്. അത് പുള്ളിക്ക് ഇപ്പോഴേ ഉണ്ട്. പടക്കളത്തിൽ പുള്ളി പെർഫോമൻസ് കൊണ്ടാണ് പുള്ളി ആരാധകരെ വാങ്ങിയത്. വേറെ ഒന്നുമില്ലല്ലോ. പുള്ളി അങ്ങനെ ഭീകരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല, ഡാൻസ് കളിച്ചിട്ടുണ്ടോ ഇല്ല. ഒൺലി പെർഫോമൻസാണ് പുള്ളി ഗ്രാബ് ചെയ്തത്. ഇതിലും അത് തന്നെയാണ്. അപ്പം ഒരു നല്ല ആക്ടറിന് അതുകൊണ്ട് ഭയങ്കര ബ്ലസ്ഡാണ്. ഞാൻ ഹാപ്പിയാണ് പുള്ളിയുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. ഇപ്പം എനിക്കറിയില്ല ഇനി എത്ര നാളാണെങ്കിലും ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ഞാൻ സന്ദീപുള്ള ആ സീൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. സന്ദീപിന് ചിലപ്പോൾ ഫേവറേറ്റ് ആയിരിക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഡബ്ബ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ലാസ്റ്റ് നിങ്ങൾ കരയുന്നത് ഭയങ്കരമായിട്ട് കൊണ്ടു എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ നിന്നാണ് ഫസ്റ്റ് റെസ്പോൺസ് വരുന്നത്. അപ്പം അതും ഭയങ്കര കാര്യമല്ല, വേറൊരാൾ അക്നോളജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമായിരുന്നു. ഭയങ്കര മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ഇനിയും പുള്ളിക്ക് ഭയങ്കര ധാരണയുണ്ട് ഇനി എങ്ങനെ ഏത് പടമാണ് എടുക്കേണ്ടത് എന്നുള്ളത്. മലയാള സിനിമയ്ക്ക് ഭയങ്കര അസറ്റായിരിക്കും. പുള്ളി ഇവിടെ മാത്രം ഒതുങ്ങുന്ന ഒരാളായിരിക്കില്ല. ഐ തിങ്ക് ഹീസ് എ നെക്സ്റ്റ് ജനറേഷൻ. ഇവിടുന്ന് പുള്ളി പോവും, പുള്ളി അതർ ലാംഗ്വേജസിലേക്ക് പോവും. മലയാളം ഉറപ്പായിട്ടും പുള്ളിയുടെ പേരിൽ അറിയപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി. ഏറ്റവും നല്ലൊരു കോംപ്ലിമെന്റ് ആയിരിക്കും. അതല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞു, ഞാൻ പുള്ളിയെ പരിചയമുള്ളതുകൊണ്ട് ഒന്നുമല്ല പറയുന്നത്. ഞാൻ ആലോചിക്കുമ്പോൾ ഇത്തരം പെർഫോമൻസ് അറിയാവുന്ന ഒരു യങ്സ്റ്റർ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ് മലയാളത്തിൻ്റെ. അപ്പം വരട്ടെ. ഇനി ഒരുപാട് നല്ല സിനിമകളുടെ കഥാപാത്രങ്ങൾ. അത് പിന്നെ ഒരെണ്ണം ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നത്, ഈ പോലീസ് കഥാപാത്രങ്ങളിലേക്ക് ഇപ്പൊ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ ഔദാര്യമല്ലേ. അപ്പോൾ വരുന്നത് ഇപ്പം തലവനിലെ പോലീസായിരുന്നു ചെയ്തത്. തലവനിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. കേരള ക്രൈം ഫയൽസ് ചെയ്തു. ഇപ്പം ഇതിനകത്ത് അങ്ങനെ ഇല്ല. അപ്പം ഇതിന് പ്രോബ്ലം ടൈപ്പ് കാസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം ചെയ്യാൻ നോക്കാറുണ്ട്. നമ്മളിപ്പം ഒരു സിനിമ മൊത്തത്തിലുള്ള മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ റോൾസ് വന്നിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ പോലീസാണ്. എല്ലാ സിനിമയിലും ചിലപ്പോൾ ഒരു പോലീസ് ഉണ്ടാവും, പോലീസ് സ്റ്റോറീസ് ഉണ്ടാവും, ത്രില്ലേഴ്സ് ഉണ്ടാവും. അപ്പം ഇതിലെല്ലാം പോലീസ് ഉണ്ട്. പോലീസ് ഒരു കോമൺ തിങ് ആണ്. അപ്പം അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ചെയ്ത പോലീസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോലീസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യാം. ഇപ്പം തലവനിലുള്ള പോലീസല്ല കേരള ക്രൈം ഫയൽസിലെ പോലീസ്. കേരള ക്രൈം ഫയൽസിലെ പോലീസ് കുറച്ചുകൂടെ തഗ്ഗടിക്കുകയും തിരിച്ച് പറയാൻ പറ്റുന്ന ഒരു പോലീസാണ്. ഇതെന്ന് പറയുമ്പോൾ ബോയ് നെക്സ്റ്റ് ഡോർ തന്നെ വേണമെന്നുള്ള ജിസ്മോൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ അയാളുടെ ഫാനാണ്, ആസിക്കേറെ ക്യാരക്ടറിൻ്റെ ഫാനാണ് നീ. അപ്പം പുള്ളിയുടെ കൂടെ എപ്പോഴും നീ ഉണ്ടാവും, എന്ത് പറഞ്ഞാലും ഉണ്ടാവും, നീ ഫുൾ സഹായിക്കാനായിട്ടുണ്ടാവും എന്നുള്ള സാധനമാണ് പറഞ്ഞത്. അതുപോലെയാണ് അത് വന്ന് ഇതിങ്ങനെയാണ് പറയുന്നത്, ഇതെന്ത് പറഞ്ഞാലും തിരിച്ച് പറയുന്നൊരു പോലീസുകാരൻ എന്നുള്ളതായിരുന്നു. ഫ്ലാസ്കിലും അങ്ങനെ ഒരു, പക്ഷെ PSO ആണ്, വേറൊരു സാധനമായിരുന്നു, കുറച്ച് കുച്ചുമുള്ള. ഓരോ ഷെയ്ഡ് ഓഫ് പോലീസ് നോക്കുന്നു വർക്കാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കൊടുക്കുന്നു. വർക്കാവുന്നുണ്ട്. ചായ കുടിക്കാം. അപ്പൊ എന്താണ് ഇനി വരുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജഗൻ ഷാജി കൈലാസ് ദിലീപേട്ടൻ പടമാണ്.
അതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, ഇനി ഒരു 4-5 ദിവസം ചെറിയ പരിപാടിയാണ്, 4-5 ദിവസമുണ്ട്. അതാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. കറന്റ് റണ്ണിങ് ആയിട്ടുള്ളത്. ഇപ്പം എന്തായാലും അടിപൊളിയായിട്ട് തന്നെ നടക്കട്ടെ. താങ്ക് യു. ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇതിൽ എനിക്ക് പറയാനുള്ള, ഞാൻ ആക്ച്വലി ആദ്യം രഞ്ജിത് ശേഖർ എന്ന ആക്ടറിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഫ്രീഡം ഫൈറ്റിലൂടെ ആയിരുന്നു. ഓക്കെ. അവിടെ നിന്ന് ഇങ്ങനെ വിചാരിച്ചത് ആരാ കൊള്ളാലോ, രജിഷയുടെ കൂടെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് കൊള്ളാലോ. അവിടെ നിന്ന് പിന്നെ ഈ ഒരു ഗ്രാഫ് പോയത് നല്ലൊരു ഗ്രാഫിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം ഇത്രയും വലിയ നല്ലൊരു സിനിമയുടെ ഭാഗമായി ഇപ്പം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ വീണ്ടും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഷാർജ ഷേക്ക് മേടിച്ചു തരാം. ഇതിനെപ്പറ്റി പറഞ്ഞില്ല. താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. കാണാം. താങ്ക് യു. യെസ്.